എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ ഇന്ന് കാണുന്ന ഒരിക്കലും ഒരു മാരേജ് ഒരു റൈറ്റ് പർപ്പസിൽ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് റിലേഷൻഷിപ്പ് ഐ തിങ്ക് യു മെന്റ് കപ്പിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പം റിലേഷൻഷിപ്പ് പകുതി നമ്മൾ ചെയ്യുന്നത് വോയിഡ് ഫില്ല് ചെയ്യാൻ. പലപ്പോഴും പല കുട്ടികൾക്കും കല്യാണം കഴിക്കണ പ്രായം മറ്റുള്ളവർ പറയുമ്പോഴേ അറിയണം, അല്ലെങ്കിൽ പേരൻസ് പറയും അവരുടെ ഉത്തരവാദിത്തം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം. എല്ലാം ചെയ്യണത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ആർ യു റെഡി ഫോർ എ പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് വരുന്നത് ഐ ആം ഓക്കെ ഇൻ ദിസ്, നൗ ദ നെക്സ്റ്റ് തിങ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ. പക്ഷെ നമുക്ക് 99.9% മാരേജസും അങ്ങനെയല്ല. ഒന്നുകിൽ ഫിനാൻഷ്യലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് വരുന്നത്, പാർട്ട്ണർഷിപ്പ് വരുന്നത്. ഈ ഫില്ല് ചെയ്യേണ്ട പണി മറ്റേ പുള്ളിയുടെ അല്ല, പാർട്ട്ണറുടെ പണിയല്ല. അതാണായാലും പെണ്ണായാലും നിങ്ങളുടെ വോയിഡ് ഫില്ല് ചെയ്യാനുള്ളവരല്ല പാർട്ട്ണർ. അത് നിങ്ങളുടെ വോയിഡ് ഫില്ല് ചെയ്യേണ്ട ചെറുപ്പത്തിൽ കിട്ടാത്ത. ഇപ്പം പല വീട്ടിലും നമ്മൾ പെൺകുട്ടികളോട് പറയും കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ടൂർ കൊണ്ടുപോകുമെന്ന് പറയും, അല്ലെ ട്രാവലിങ് പുള്ളിയുടെ കൂടെ പോയാൽ മതി, പിന്നെ വേറെ വല്ലതും ചെയ്യും, ഡ്രസ്സ് വേറെ വല്ലതും ഇടണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ആ പുള്ളിക്ക് ഡ്രസ്സേ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് ട്രാവലേ ഇഷ്ടമുണ്ടാവില്ല. കഴിഞ്ഞില്ലേ, ജീവിതം അവിടെ കഴിഞ്ഞു. പിന്നെ വലിച്ചു നീട്ടും. പിന്നെ ഈ ഒരു മാരേജ് അങ്ങ് മരിക്കുന്നത് വരെ വലിക്കലാണ് പരിപാടി അടുത്തത്. ഇതൊക്കെയാണ് അധികം റിലേഷൻഷിപ്പിൽ നമ്മുടെ അടുത്ത് വരുന്നത്.